2026 മെറ്റ ആഡ്സ് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് എന്താണ് മെറ്റ ആഡ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. മുമ്പ് നമ്മൾ എങ്ങനെയാണ് ആഡ് റൺ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിനോ നമ്മുടെ സർവീസിനോ വേണ്ടിയിട്ട് നമ്മളൊരു ക്രിയേറ്റീവ് ചെയ്യും, അതിൻ്റെ ആഡ് കോപ്പീസ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യും. അതായത് ഇന്ന ലൊക്കേഷനിലുള്ള ഇന്ന ഏജുള്ള ഇന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് ഈ ആഡ് കാണിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് മെറ്റയിലേക്ക് പുഷ് ചെയ്യും. മെറ്റ എന്ത് ചെയ്യും? അത് ഓഡിയൻസിനെ കാണിക്കും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ആഡ് സെർവ് ചെയ്യപ്പെടുന്നത് റോങ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കായിരിക്കും. അത് മെറ്റയുടെ പ്ലാറ്റ്ഫോമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് മെറ്റ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടത്, ആൻഡ്രോമെഡ എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ കംപ്ലീറ്റ് സ്ട്രാറ്റജി നമ്മൾ ചേഞ്ച് ആക്കേണ്ടി വരും. കാരണം മെറ്റ ക്രിയേറ്റീവ് ടാർഗറ്റിംഗ് ആണ് ഇനി മുതൽ ചെയ്യുക. അതായത് നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവ് എന്താണെന്ന് മെറ്റ മനസ്സിലാക്കി അത് ആരെ കാണിക്കണമെന്ന് മെറ്റ തീരുമാനിച്ച് മെറ്റ അവരെ കാണിക്കും. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവിൻ്റെ അകത്താണ് നമ്മൾ ടാർഗറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫസ്റ്റ് അപ്രോച്ച് ആണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യേണ്ടി വരിക. ക്രിയേറ്റീവിൻ്റെ അകത്ത് കൃത്യം സിഗ്നലുകൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആഡുകൾ കൃത്യം ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നോക്കാം. ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന മെറ്റ ആഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തെ കാര്യമാണ് ഏത് ആഡ് ടൈപ്പാണ് ഇനി വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ. ആഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ആഡ്സും ഉണ്ട്, വീഡിയോ ആഡ്സും ഉണ്ട്. വീഡിയോ ആഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റീൽസ് ഉണ്ടല്ലോ, റീൽസിനാണ് നമ്മൾ വീഡിയോ ആഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏതാണ് വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ടേമാണ് ആഡ് ഫെറ്റീഗ് എന്ന് പറയുന്നത്. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും ആഡ് ഫെറ്റീഗ്. അതായത് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് കുറച്ച് റണ്ണായി കഴിയുമ്പോഴേക്കും അതൊരു സാച്ചുറേഷനിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ആഡ് ഫെറ്റീഗ് ആവുക എന്ന് പറയുന്നത്. അപ്പം ഈ റീലുകളാണെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റ് വേരിയേഷൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വീഡിയോസ് 5-10 വേരിയേഷൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് പോസ്റ്റുകൾ ചെയ്യുന്ന പോലെയല്ല, അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ സ്റ്റാറ്റിക് പോസ്റ്റുകളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പല വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഡ് ഫെറ്റീഗ് നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അടുത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഐഡന്റിറ്റി കീവേഡുകൾ യൂസ് ചെയ്യാന്നുള്ളത്. ഐഡന്റിറ്റി കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ ആഡ് കോപ്പിയുടെ അകത്തോ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു നിഷയിലുള്ള എന്തെങ്കിലും കീവേഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലോയർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ലോയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അത് ഏച്ചുകെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കീവേഡുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ആഡ് കോപ്പികളായിട്ട് മെർജ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ കീവേഡുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മെറ്റയുടെ എഐക്ക് കുറച്ചും കൂടി നല്ല സിഗ്നൽസ് കിട്ടും ഇത് ആരെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല എക്സ്പെരിമെന്റ്സ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ CPL പോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കുറയ്ക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു വിന്നിങ് ആഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിന്നിങ് ആഡ് തന്നെ ലോങ് ടേമിലേക്ക് റൺ ചെയ്യിച്ച് വെയിറ്റ് ചെയ്യാതെ ആ വിന്നിങ് ആഡിന്റെ പല വേരിയേഷൻസ് ചെയ്യുക. അതായത് ആ ആഡിന്റെ ഒരു കൺസെപ്റ്റ് എന്താണോ, ആഡ് എന്തുകൊണ്ടാണോ വർക്കായത് അത് നിലനിൽക്കുന്ന രീതിയിൽ തന്നെ അതിന്റെ പല പല കോപ്പീസ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് അതും കൂടി റൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ഫെറ്റീഗ് ഒന്നും ഇല്ലാതെ ബെറ്റർ ആയിട്ട് ലോങ് ടേമിലേക്ക് ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നേറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ പ്ലാറ്റ്ഫോമിനും അതിൻ്റെതായ നേറ്റീവ് കണ്ടന്റ് ഫോമാറ്റ്സ് ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ എൻഗേജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഫേസ്ബുക്കിൽ വേറെ രീതിയിലുള്ള കണ്ടന്റുകളൊക്കെയാണ് ആൾക്കാർ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ആഡ് ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള ആഡ് കോപ്പീസ് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഓർഗാനിക്കലി നന്നായിട്ട് പെർഫോം ചെയ്ത ഏതെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിന് തന്നെ ആഡ് ആക്കി മാറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ഇനി അതല്ല നമ്മുടെ അടുത്ത് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്ത് നോക്കുക. അവരുടെ ഓർഗാനിക് പോസ്റ്റുകൾ നന്നായിട്ട് പെർഫോം ചെയ്തത് എന്തെങ്കിലും കാണുവാണെങ്കിൽ അതിൻ്റെ തന്നെ മറ്റൊരു വേരിയേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് ഉള്ള ആഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രോഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പണ്ട് നമ്മൾ ഇൻട്രസ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ആഡുകളാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് എഐയുടെ അൽഗോരിതത്തിന് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ക്രിയേറ്റീവ് എന്താണ്, നമ്മുടെ ക്രിയേറ്റീവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ്, അത് മനസ്സിലാക്കി അത് ആരെ കാണിക്കണമെന്ന് മെറ്റ കൃത്യമായി മനസ്സിലാക്കി ഡെലിവർ ചെയ്തോളും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടാർഗറ്റിംഗിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് പെർ ലീഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് ഇൻട്രസ്റ്റുകളൊക്കെ സെറ്റ് ചെയ്ത് അതിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആഡിന്റെ പെർഫോമൻസ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബ്രോഡ് ടാർഗറ്റിംഗ് അപ്രോച്ച് ആയിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിന്നിംഗ് ക്രിയേറ്റീവിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടൈറ്റിലുകൾ, ഡിസ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ലാൻഡിംഗ് പേജിലും കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യൂസേഴ്സിന് ആഡിലും നമ്മുടെ ലാൻഡിംഗ് പേജിലും ഏകദേശം ഒരേപോലത്തെ കണ്ടന്റ് കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആഡ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് സെയിൽസ് ആണെങ്കിൽ സെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആഡ് ക്രിയേറ്റീവ്സും ലാൻഡിംഗ് പേജിന്റെ കണ്ടന്റുകൾ തമ്മിൽ എപ്പോഴും മാച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ റൺ ചെയ്യിച്ച ഒരു ആഡിന്റെ സെയിം വേരിയേഷൻ തന്നെ കാണിക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നമ്മൾ റീടാർഗറ്റിംഗ് ആഡുകൾ റൺ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ആദ്യം നമ്മൾ ഒരു വാല്യൂ പ്രൊപ്പോർഷനെ കുറിച്ചാണ് ആഡ് ചെയ്തതെങ്കിൽ രണ്ടാമത് നമ്മൾ അതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സിമിലർ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റിമോണിയൽസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന ടൈപ്പ് കോണ്ടന്റുകൾ നമ്മൾ റീടാർഗറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങളുടെ മെറ്റ ആഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ പെർഫോമിംഗ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷണൽ കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.